RGP സർവൈവൽ ഫിലിം പ്ലീസ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട 3 സർവൈവൽ സിനിമകൾ. ഈ സാധനങ്ങളൊക്കെ ഭൂമിയിലല്ല നടക്കുന്നത്, നേരെ മറിച്ച് ഊപ്പർ ആകാശത്ത് നടക്കുന്ന സർവൈവൽ സിനിമകളാണ്. അപ്പോൾ ഒന്നാമത്തെ സിനിമ ഹൈജാക്ക് 1971. കാണുന്ന ഓരോ നിമിഷവും ത്രില്ലടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ടെൻഷൻ അടുപ്പിക്കുന്ന, നമ്മളും ആ ഒരു പ്ലേറ്റിലുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കിടിലൻ കൊറിയൻ ത്രില്ലറാണ് ഹൈജാക്ക് 1971. യഥാർത്ഥ സംഭവത്തെ ആസ്വാദമാക്കി പുറത്തിറങ്ങിയിട്ടുള്ള ഈ സിനിമ ഒരു സീറ്റ് ത്രില്ലർ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കുന്നത്. അടുത്ത സിനിമയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഷോർട്ട് ഫിലിം പ്രൊമോഷൻ ഉണ്ട്. ഇരുട്ടായാൽ ആളുകൾ പുറത്തിറങ്ങാത്തൊരിടം, അവിടേക്ക് ഒരാൾ കാറുമായിട്ട് വരുന്നു. യൂട്യൂബിൽ ബഡ്ജറ്റ് ലാബ് എന്ന ചാനലാണ് ഈ ഷോർട്ട് ഫിലിം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഷോർട്ട് ഫിലിമിന്റെ പേര് ദ ഫോക്സ്, ദ ഷീപ്പ്, ദ വാച്ചർ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. നമ്പർ 2, എമർജൻസി ഡിക്ലറേഷൻ. ഞാൻ കണ്ടിട്ടുള്ള ഹൈജാക്ക് സിനിമകളിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം ഇതാണ്. കാരണം ഒരുപാടുണ്ട്, പക്ഷേ ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞു തരില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ത്രില്ലിങ് നഷ്ടപ്പെടും. പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഹൈജാക്ക് സർവൈവൽ സിനിമകളുടെ ക്ലീശകളെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ചിത്രം വരുന്നത്. ഏകദേശം 200 കോടിയോളം ബഡ്ജറ്റിലൊക്കെയാണ് ഈ സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തത് ഹൈജാക്ക്. ഇതൊരു സീരീസ് ആണ്, വെറും സീരീസ് അല്ല, ഒരു ത്രില്ലർ സീരീസ് ആണ്. ഈ സീരീസിന് ആകെ 7 എപ്പിസോഡുകൾ മാത്രമേ വരുന്നുള്ളൂ. കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒറ്റ ഇരിപ്പിന് കണ്ടു തീർക്കാൻ പറ്റും. അത്ര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സീരീസ്. എനിക്ക് ക്ലൈമാക്സിൽ മാത്രം ചെറിയൊരു അപാകത ഫീൽ ചെയ്തു, ബാക്കിയൊക്കെ നല്ല രസത്തിൽ ഇരുന്ന് കണ്ടതാണ്. സീരീസ് ഹൈജാക്കും എമർജൻസി ഡിക്ലറേഷനും ഇപ്പോൾ ആപ്പിൾ TVയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന സർവൈവൽ സിനിമകൾ താഴെ പങ്കുവയ്ക്കുക. ഫോളോ ഫോർ മോർ.